കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ കെ സുധാകരൻ MP അരയും തലയും മുറുക്കി രംഗത്ത് വന്നതോടെ കോൺഗ്രസിൽ പുതുതലമുറ നേതാക്കളിൽ അതൃപ്തിയും പുകയുന്നു. പുതുതലമുറ നേതാക്കളിൽ 6-ലേറെ പേർ മത്സരിക്കാൻ കണ്ണുവച്ച മണ്ഡലങ്ങളിലൊന്നാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ അംഗത്തിനിറങ്ങുന്നത് പലരും ആശങ്കയോടെയാണ് കാണുന്നത്. KPCC അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ സുധാകരൻ AICCക്ക് മുൻപിൽ വെച്ച നിബന്ധനകളിലൊന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നും മത്സരിക്കാൻ അവസരം നൽകണമെന്നാണ്. UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകണമെന്ന് കെ സുധാകരന് കലശലായ മോഹമുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ മത്സരിപ്പിച്ച് കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന വാദമാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 1,00,000-ലധികം ഭൂരിപക്ഷം കണ്ണൂർ മണ്ഡലത്തിലുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ UDF തങ്ങളുടെ ഉറച്ച സീറ്റായാണ് കണ്ണൂരിനെ കാണുന്നത്. എന്നാൽ തങ്ങൾക്ക് വോട്ട് കൂടുതലുള്ള സീറ്റ് കൈമാറണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പകരം അഴീക്കോട് നൽകാമെന്നാണ് ലീഗിന്റെ നിലപാട്. ഇതിനെ തടയിടാൻ കെ സുധാകരൻ തന്നെ മത്സരിക്കണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതിനോട് അനുകൂലിക്കുന്നില്ല. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഈ കാര്യത്തിൽ വിയോജിക്കുകയാണ് നിലവിൽ. കണ്ണൂർ MP-യായ കെ സുധാകരന് മത്സരിക്കാൻ അനുമതി നൽകിയാൽ 5ഓളം MP-മാരെയും മത്സരിപ്പിക്കേണ്ടി വരുമെന്നാണ് AICCയുടെ നിലപാട്. നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആവശ്യവുമായി ഇവരും രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരന്റെ ആവശ്യം അംഗീകരിക്കാൻ സാധ്യത കുറവാണെന്ന വിലയിരുത്തലുണ്ട്. മുൻ മേയർ TO മോഹനൻ, കോർപ്പറേഷൻ കൗൺസിലർ റിജിൽ ചന്ദ്രൻ മാക്കുറ്റി, അതുപോലെ KPCC അംഗം അമൃത രാമകൃഷ്ണൻ, KSU സംസ്ഥാന ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷമാസ് എന്നിവരാണ് കണ്ണൂരിൽ കണ്ണുവച്ചിട്ടുള്ളത്. കോർപ്പറേഷനിൽ തുടർഭരണം കിട്ടിയതിന്റെ ക്രെഡിറ്റ് കൂടി TO മോഹനന്റെ അവകാശത്തിന് ശക്തി പകരും. ആദികടലായി ഡിവിഷനിലെ മിന്നുന്ന വിജയമാണ് റിജിൽ മാക്കുറ്റിക്ക് മാറ്റുകൂട്ടുന്നത്. 91-ൽ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് മന്ത്രിയായ N രാമകൃഷ്ണന്റെ മകൾ അമൃത രാമകൃഷ്ണൻ മുൻ കൗൺസിലർ കൂടിയാണ്. KSU ഉപാധ്യക്ഷനാണെങ്കിലും കണ്ണൂർ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ ഇടപെടലാണ് മുഹമ്മദ് ഷമാസും നടത്തിവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,00,000-ലധികം ഭൂരിപക്ഷവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15,000 അടുത്ത ലീഡും കണ്ണൂർ മണ്ഡലത്തിൽ UDFനുണ്ട്. എതിർപക്ഷത്ത് ഈക്കുറിയും രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെയാകാനാണ് സാധ്യത. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2,000 വോട്ടിന് താഴെയുള്ള നേരിയ ഭൂരിപക്ഷത്തിലാണ് കണ്ണൂർ മണ്ഡലം UDFന് നഷ്ടമായത്.